പ്രിയ വിദ്യാർത്ഥിനികളെ, 10th ക്ലാസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമെന്ന് ഉറപ്പാണ്. ഏകദേശം 10th മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്കായിട്ട് ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ളത്. 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10th മാത്തമാറ്റിക്സ് ഒന്നും കൂടെ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. നമുക്ക് മാത്തമാറ്റിക്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക. പല വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സിൽ വീക്കാവാൻ കാരണം പ്രീവിയസ് നോളജിലുള്ള അഭാവമാണ്. മുന്നറിവുകൾ കുറവായിരിക്കും. ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക്സ് കുറവായതുകൊണ്ടാണ് പലരും മാത്തമാറ്റിക്സിൽ പിന്നോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ബേസിക്സ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മാത്തമാറ്റിക്സിൽ നമ്മൾ കുറച്ച് വീക്കാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമാക്കേണ്ടതില്ല. ആ ബേസിക്സും കൂടി പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. ഈ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളത് പുതിയൊരു കൺസെപ്റ്റാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 9th വരെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവില്ല. 9th വരെ നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള നമ്പേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഇറാഷണൽ നമ്പേഴ്സ്, മൊത്തം നമ്പർ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ റിയൽ നമ്പേഴ്സ്, ഇങ്ങനത്തെ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്പറുകളെ കുറിച്ചുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ സീക്വൻസ് എന്നുള്ള ഒരു ചാപ്റ്ററിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന സീക്വൻസുകളെ കുറിച്ചിട്ടാണ്. നമ്മളെ പരിചയത്തിലുള്ള നമുക്കറിയാവുന്ന സീക്വൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് ഭൗതികശാസ്ത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതായത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ മാത്തമാറ്റിക്സിനെ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ് നമുക്ക് എളുപ്പം മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ, 2 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ, 3 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ, 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ, ഈ രീതിയിലാണ് സ്ക്വയറുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. 1 സൈഡുള്ള സ്ക്വയർ, 2 സൈഡുള്ള സ്ക്വയർ, 3 സൈഡുള്ള സ്ക്വയർ, 4 സൈഡുള്ള സ്ക്വയർ എന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സൈഡ് ലെങ്ത് ഇൻ ഓർഡർ. ബി ക്വസ്റ്റ്യൻ, write the perimeters in order. C question, write the diagonals in order.
D question, write the areas in order. ഈ 4 ക്വസ്റ്റ്യനാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. അതിൽ എ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, സൈഡ് ലെങ്ത് ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യും? യെസ്, 1 2 3 4 എക്സെട്ര. സ്ക്വയർ 4 സെൻറ്റിമീറ്റർ വരെ ഇവിടെ വരച്ചിട്ടുള്ളൂ. 5 6 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് ഇവിടെ വരയ്ക്കുന്നില്ല. അപ്പോൾ 1 2 3 4 എക്സെട്ര. ഈ രീതിയിലാണ് സൈഡ് ലെങ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പെരിമീറ്റേഴ്സ് ഇൻ ഓർഡർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ 4 ഇൻറ്റു എ ആയിരിക്കും. അതായത് 4a. അതായത് സൈഡ് ഇൻറ്റു 4 ആണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഒന്നാമത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? സൈഡ് 1 ആണ്, അതുകൊണ്ട് പെരിമീറ്റർ 1 ഇൻറ്റു 4 വരും, 4. രണ്ടാമത്തെ സ്ക്വയറിൽ സൈഡ് 2 ആണ്, അതുകൊണ്ട് 2 ഇൻറ്റു 4 8 വരും. മൂന്നാമത്തെ സ്ക്വയറിൽ സൈഡ് 3 ആണ്, അതുകൊണ്ട് പെരിമീറ്റർ 3 ഇൻറ്റു 4 വരും, 12. നാലാമത്തെ സ്ക്വയറിൽ സൈഡ് 4 ആണ്, അതുകൊണ്ട് പെരിമീറ്റർ 4 ഇൻറ്റു 4 വരും, 16. ഈ രീതിയിലാണ് രണ്ടാമത്തെ നമ്പേഴ്സ് ഓർഡറിൽ പോകുന്നത്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡയഗണൽസ് ഇൻ ഓർഡർ എന്നാണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 കോർണർ വെർട്ടീസസ് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അൾട്ടർനേറ്റ് ആയിട്ടുള്ള 2 വെർട്ടീസസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയഗണൽസ് കിട്ടും. അപ്പോൾ ഒരു സ്ക്വയറിൽ 2 ഡയഗണൽ ഉണ്ടാവും. ഈ 2 ഡയഗണലിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. സ്ക്വയറിൻ്റെ സൈഡ് തന്നു കഴിഞ്ഞാൽ ഡയഗണൽ എങ്ങനെ കാണും എന്നുള്ളത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ഓർമ്മയില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ അത് എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇവിടെ സൈഡ് 1 ആണുള്ളത്. അങ്ങനെയാണ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക ഡയഗണൽ. അപ്പോൾ ഡയഗണൽ ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും. ഡയഗണലിൻ്റെ ലെങ്ത് കാണാൻ സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ ലെങ്ത് കാണുന്നതിന് സൈഡ് ലെങ്ത്തിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെ ഡയഗണൽ കാണണമെങ്കിൽ 1 ആണ് സൈഡ് ലെങ്ത് ഉള്ളത്. അതുകൊണ്ട് 1 ഇൻറ്റു √2 ആണ് വരിക. അതുകൊണ്ട് ഒന്നാമത്തെ സ്ക്വയറിൻ്റെ ഡയഗണൽ 1 ഇൻറ്റു √2, അതായത് √2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 സൈഡുള്ള സ്ക്വയറിൻ്റെ ഡയഗണൽ ലെങ്ത് എന്തായിരിക്കും? യെസ്, 2 ഇൻറ്റു √2 ആയിരിക്കും. മൂന്നാമത്തെ സ്ക്വയറിൻ്റെ സൈഡ് 3 ആണ്, അതുകൊണ്ട് ഡയഗണലിൻ്റെ ലെങ്ത് 3 ഇൻറ്റു √2 ആയിരിക്കും. നാലാമത്തെ സ്ക്വയറിൻ്റെ സൈഡ് 4 ആണ്, അതുകൊണ്ട് ഡയഗണലിൻ്റെ ലെങ്ത് 4 ഇൻറ്റു √2 ആയിരിക്കും. ഈ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ ഏരിയാസ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഏരിയാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ആണ് സൈഡെങ്കിൽ 1 സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ 1 സ്ക്വയർ ആയിരിക്കും. 2 സൈഡ് ആണെങ്കിൽ 2 സ്ക്വയർ ആയിരിക്കും. 3 ആണെങ്കിൽ 3 സ്ക്വയർ ആയിരിക്കും. 4 ആണെങ്കിൽ 4 സ്ക്വയർ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ എ സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചതാണ് എ ഇൻറ്റു എ, സൈഡ് ഇൻറ്റു സൈഡ്. അതായത് എ ഇൻറ്റു എ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ക്വസ്റ്റ്യൻ ആൻസർ ഈ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് എഴുതാം. 1 ആണെങ്കിൽ 1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 1 ആയിരിക്കും. 2 ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4 ആയിരിക്കും. 3 ആണെങ്കിൽ 3 ഇൻറ്റു 3 9 ആയിരിക്കും. 4 ആണെങ്കിൽ 4 ഇൻറ്റു 4 16 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? യെസ്, 5 ഇൻറ്റു 5 25 ആയിരിക്കും ഏരിയ വരിക. ഈ നമ്പേഴ്സിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കളക്ഷൻ 1 2 3 4 എക്സെട്ര എന്നുള്ള രീതിയിലാണ് ആ നമ്പറിൻ്റെ കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. അതായത് ഫസ്റ്റത്തെ നമ്പർ കളക്ഷൻ്റെ പ്രത്യേകത അത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ഓർഡർ ആണ് അവർ എഴുതിയിട്ടുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ഓർഡർ ആണ് അത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ കളക്ഷൻസിൻ്റെ പ്രത്യേകത 4 8 12 16 അങ്ങനെയാണ് അത് പോകുന്നത്. അതായത് എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? യെസ്, 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എഴുതിയിട്ടുള്ളത്. സി ക്വസ്റ്റ്യനിൽ ഡയഗണൽസിൻ്റെ ലെങ്ത് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? √2 1 √2 2 √2 3 √2 4 √2. √2നോട് കൂടെ √2 ആഡ് ചെയ്തു പോകുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനാണത്. അങ്ങനെയാണെങ്കിൽ ഈ ഡി ക്വസ്റ്റ്യൻ്റെ ഇവിടെ എന്തൊരു റൂളാണ് ഈ നമ്പർ കളക്ഷൻ പാലിക്കുന്നത് എന്ന് പറയാൻ പറ്റും? 1 4 9 16 എക്സെട്ര എന്നാണ് ആ നമ്പർ കളക്ഷൻ പോകുന്ന രീതി. എന്തായിരിക്കും അവിടുത്തെ നിയമം? ഇത് നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. 1 4 9 16 25 36 എക്സെട്ര പോകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്പർ കളക്ഷൻ ഒരു പ്രത്യേക ഓർഡറിലാണ്, ഒരു റൂള് പാലിച്ചാണ് പോകുന്നത്. അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണത്. 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ 1 2ൻ്റെ സ്ക്വയർ 4 3ൻ്റെ സ്ക്വയർ 9 4ൻ്റെ സ്ക്വയർ 60. ഈ രീതിയിലാണ് ഈ നമ്പറിൻ്റെ കളക്ഷൻ പോകുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആണത്. 1 4 9 16 ഇവ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആണ്. വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 1നോട് 3 ആഡ് ചെയ്തു 4, 4നോട് 5 ആഡ് ചെയ്തു. അതുകൊണ്ട് ആദ്യം 3 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഏത് ആഡ് ചെയ്താലും 16 കിട്ടുക? യെസ്, 7 ആഡ് ചെയ്തു. അതുകൊണ്ട് അടുത്തത് ഏത് ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. ഈ രീതിയിൽ ഒരു പ്രത്യേക നിയമം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്പർ കളക്ഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ നമ്പർ കളക്ഷൻസിന് നമുക്ക് ഒരു പേര് പറയും. അതാണ് സീക്വൻസസ്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് ദിസ് as the first, second, third and so on according to a particular rule is called number sequences. One more. A set of numbers like this as the first, second, third and so on according to some particular rule is called number sequences. അടുത്തൊരു നമ്പർ സീക്വൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ചില ബേസിക്സിലേക്ക് നമ്മൾ കടക്കണം. അതായത് നമ്മളിപ്പം പറഞ്ഞു എ സൈഡുള്ള
ഒരു സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് A√2 ആയിരിക്കും, അല്ലെങ്കിൽ √2 × A ആയിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഡയഗണലിൻ്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടെത്തും? ഈ രണ്ടും നമുക്ക് ഇനി തുടർന്നുള്ള പാഠഭാഗങ്ങളിലൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് സൈഡ് A ഉള്ള ഒരു സ്ക്വയർ ഉണ്ട്. ഇത് A ആണെങ്കിൽ ഇതും A ആയിരിക്കും, എല്ലാ സൈഡും A ആയിരിക്കും ഉണ്ടാവും. ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് D ആണ് കാണേണ്ടത്. ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ഡയഗണലിനും ഈക്വൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക, 9th പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡയഗണലിൻ്റെ ലെങ്ത് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് സൈഡ് A ആണെങ്കിൽ ഡയഗണലിൻ്റെ ലെങ്ത് A × √2 ആയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ 9th എങ്ങനെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പൈത്തഗോറസ് തിയറാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ആ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ D സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ വരും. അതുകൊണ്ട് D സ്ക്വയർ ഈസ് ഈക്വൽ ടു 2A സ്ക്വയർ വരും. A സ്ക്വയർ പ്ലസ് A സ്ക്വയർ 2A സ്ക്വയർ. Therefore D ഈസ് ഈക്വൽ ടു √2A സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ റൂട്ട് √2 ആണ്. ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. A സ്ക്വയറിൻ്റെ റൂട്ട് ഏതൊരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A സ്ക്വയർ കിട്ടുന്നതാണ് ചോദ്യം. അതുകൊണ്ട് A സ്ക്വയറിൻ്റെ റൂട്ട് A തന്നെയായിരിക്കും, B സ്ക്വയറിൻ്റെ റൂട്ട് B തന്നെയായിരിക്കും, 3 സ്ക്വയറിൻ്റെ റൂട്ട് 3 തന്നെയായിരിക്കും. കാരണം A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് A സ്ക്വയർ കിട്ടുന്നത്. അതുകൊണ്ട് A സ്ക്വയറിൻ്റെ റൂട്ട് A തന്നെയായിരിക്കും. D ഈസ് ഈക്വൽ ടു √2A. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. D ഈസ് ഈക്വൽ ടു √2 × A. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് D ഡയഗണലായിട്ടുള്ള ഒരു സ്ക്വയർ തന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ വെച്ചിട്ട് നമ്മൾ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എങ്ങനെ കണക്കാക്കും, അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കും? സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കാണാൻ വളരെ എളുപ്പമല്ലേ ആണ്. അതുകൊണ്ട് ഒരു സ്ക്വയർ എടുത്തു, സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് A ആണ് കാണുന്നത്. തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. A സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ D സ്ക്വയർ. അതായത് 2A സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ. അതുകൊണ്ട് A സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ ബൈ 2 കിട്ടും. A സ്ക്വയർ ഈസ് ഈക്വൽ ടു D സ്ക്വയർ ബൈ 2. അതായത് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ അല്ലേ, A സൈഡായിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഈ സൈഡിൻ്റെ സ്ക്വയർ, അതായത് ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയഗണലിൻ്റെ സ്ക്വയർ കണ്ടിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി.
അതായത് ഏതൊരു സ്ക്വയറിൻ്റെയും ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. തൊട്ട് മുമ്പ് പറഞ്ഞത് സൈഡ് ലെങ്ത്തിനെ √2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയഗണലിൻ്റെ ലെങ്ത്ത് കിട്ടും. √2 × a = d, d²/2 = a². ഈ രണ്ട് വസ്തുതകൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാഠം മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. ഓക്കെ, ചോദ്യം തുടങ്ങാം. ദി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഇൻ ഓർഡർ 1, 1/2, 2, 2/2, 3, etc. A question. Write the sequence of side length. B question. Write the sequence of perimeters. C question. Write the sequence of diagonals. D question. Write the sequence of areas. അപ്പം 4 ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. എ ക്വസ്റ്റ്യൻ സൈഡ് ലെങ്ത് ഓർഡറിൽ എഴുതാനാണ്. ബി ക്വസ്റ്റ്യൻ പെരിമീറ്റേഴ്സ് ഓർഡറിൽ എഴുതാനാണ്. സി ക്വസ്റ്റ്യൻ ഡയഗണൽ ലെങ്ത് ഓർഡറിൽ എഴുതാനാണ്. ഡി ക്വസ്റ്റ്യൻ ഏരിയാസ് ഓർഡറിൽ എഴുതാനാണ്. അതായത് 4 സീക്വൻസസ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. എങ്ങനെ ചെയ്യും? ഈ ചോദ്യത്തിൻ്റെ ആൻസറുകൾ സ്വന്തമായിട്ട് ചെയ്ത് കൊണ്ടുവരാം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഡയഗണലിൻ്റെ ലെങ്ത് കാണാൻ സൈഡിൻ്റെ ലെങ്ത്തിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഏരിയ കാണാൻ പിന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും.